അതെ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ജംസിയാണ്, റോയൽ മോട്ടോഴ്സ്. ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം സ്ഥാപനമായ റോയൽ മോട്ടോഴ്സ് കൊണ്ടോട്ടി എന്ന സ്ഥാപനത്തിലാണ് ഉള്ളത്. എൻ്റെ കയ്യിൽ 2023 മോഡല് 11ാം മാസം ഒരു വണ്ടി ഉണ്ട്. ടി വി എസിന്റെ ജൂപ്പിറ്റർ 1 ആണ്. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. 7300 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഹാൻഡ് സർവീസ് ബുക്ക്, ഫുള്ള് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഭാഗവും നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ആകെ 7500 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി. ഈ വണ്ടി നമ്മുടെ സ്ഥാപനത്തിലുണ്ട് വണ്ടി. അതേപോലെ തന്നെ 2021 മോഡല് ഒരു ടി വി എസിന്റെ 125 ജൂപ്പിറ്റർ ഉണ്ട്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. വണ്ടി എല്ലാ ഭാഗവും ഓക്കെയാണ്. അതേപോലെ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. അതേപോലെ 2020 മോഡല് ഒരു ഹോണ്ടന്റെ ആക്റ്റീവ് ഉണ്ട് നമ്മളെ കയ്യിൽ. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്കൊരു 65 രൂപ കിട്ടിയാൽ നമുക്ക് വണ്ടി കൊടുക്കാം. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ 2020 മോഡല് ഒരു ടി വി എസിന്റെ ജൂപ്പിറ്റർ ഉണ്ട്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇതും ആവശ്യക്കാർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതേപോലെ തന്നെ 2021 മോഡല് ഒരു ടി വി എസിന്റെ ജൂപ്പിറ്റർ നമ്മളെ കയ്യിലുണ്ട്. ഇതും നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇതിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു 70 രൂപ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. ആവശ്യപ്പെടുന്നത് ഏകദേശം നമുക്കൊരു 92 രൂപ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് കേട്ടോ. ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പുതിയൊരു വണ്ടി എടുക്കാൻ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിച്ചാണ്ട് ഓടിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് 2020 മോഡല് 10,000 ചോട ഓടിയ ഒരു ബജാജിന്റെ NS 200 ഉണ്ട്. ഇത് നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. 1,05,000 രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ഇട്ട്, ലോണൊക്കെ വേണ്ട ആളുകളുണ്ടെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2023 ലാസ്റ്റ് മോഡല് ഒരു ബജാജിന്റെ പൾസർ 150 ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ്. 4,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. ഇത് നമുക്ക് 1,00,000 രൂപ കിട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2021 മോഡല് ഒരു 15,000 കിലോമീറ്റർ ഓടിയ ഒരു ബജാജിന്റെ 400 ഡൊമിനർ ആണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 30 റുപ്യ 40 റുപ്യ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മാക്സിമം ഫിനാൻസോട് കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതേപോലെ തന്നെ 2016 മോഡല് R15 B1 ഉണ്ട് നമ്മളെ കയ്യിൽ. ഇതൊരു ടീം ടോക്കൺ തന്നു പോയതാണ്. ലോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടി. അപ്പൊ ഇത് ഏറെക്കുറെ കൺഫേം ആണ് വണ്ടി. അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ 2015 മോഡല് ഒരു ക്ലാസിക് ഉണ്ട്. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടി സർവീസ് പോളിസി ഒക്കെ ചെയ്യാണ്ട്, ഒന്ന് മഴയൊക്കെ പെയ്തപ്പോൾ ഒന്ന് വൃത്തികേടായി കിടക്കാണ്. ഇത് സർവീസ് പോളിസി ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും വണ്ടി. ഇത് നമുക്കൊരു 75 രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ കസ്റ്റമറൊക്കെ വന്നാൽ നമുക്ക് മാക്സിമം എഞ്ചിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2019 മോഡല് തേർഡ് ഓണർഷിപ്പ് ഒരു R15 V3 ആണ്. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. നമുക്കൊരു 1,10 നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2018 മോഡല് തണ്ടർബേർഡ് ഉണ്ട്. 43,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല കണ്ടീഷനുള്ള ടയറ് കാര്യങ്ങൾ എല്ലാ ഭാഗവും ക്ലിയർ ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് ഏറെക്കുറെ ഒരു 1,10 നമ്മൾ ചോദിക്കുന്നത്. മാക്സിമം ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ബെന്റിന്റെ ഒരു 400 ഇമ്പീരിയൽ ഉണ്ട് വണ്ടി. ഇതും നമുക്ക് ഏറെക്കുറെ ഒരു 1,40 നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും കുറച്ചിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. നമ്മളെ വണ്ടികളൊക്കെ മൊത്തമായിട്ട് ഒന്ന് വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്ന് കാണിച്ചു കൊടുക്കും. കണ്ടീഷനുള്ള വണ്ടിയാണ്. അതുമാതിരി ബെന്ലി ആണെങ്കിലും അതേപോലെ തന്നെ നമ്മളെ തണ്ടർബേർഡ് ആണെങ്കിലും ഒക്കെ നല്ല കണ്ടീഷനുള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് R15 V3 മാത്രം തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ബുള്ളറ്റ് ആണെങ്കിലും സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. വണ്ടി കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. വണ്ടി നമ്മൾ നോക്കാനൊന്നുമില്ല. ബുള്ളറ്റ് ഒക്കെ നമ്മൾ സർവീസ് ചെയ്ത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുള്ളൂ കേട്ടോ. വണ്ടി എല്ലാ ഭാഗമൊക്കെ ഒന്ന് ഫുള്ള് വൃത്തിയാക്കിയിട്ടേ നമ്മൾ കൊടുക്കുള്ളൂ. അതേമാതിരി ഡൊമിനർ, അതേമാതിരി പുതിയ മോഡൽ പൾസർ, ഇതൊക്കെ നല്ല കണ്ടീഷനുള്ള ക്വാളിറ്റി വണ്ടികളാണ്. ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർക്ക് എടുത്തിട്ട് ഓടിയാൽ മതി. ഇതിങ്ങളൊക്കെ മാക്സിമം നമുക്കൊരു 90 റുപ്യ വരെ ഫൈനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ പൾസർ, പുതിയ മോഡൽ പൾസർ. അതേമാതിരി ഇതിമേലൊക്കെ നമുക്ക് മാക്സിമം ഒരു 1,40 30 വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുമൂലം നമുക്കൊരു 85 90 റുപ്യ വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ലോ ബഡ്ജറ്റിൽ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. വണ്ടികൾ വേറെ നമ്മളെ കയ്യിലുണ്ട്. അത് പുറത്തിറക്കുന്ന വൃത്തിയാക്കാനുള്ള വണ്ടികളാണ്. അപ്പോൾ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമുക്ക് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും തരിക. ഓക്കെ, എന്നാൽ ശരി. അസ്സലാമു അലൈക്കും. ജൂപ്പിറ്റർ ഒന്നും നോക്കാനില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്.
സ്റ്റാർട്ട് ചെയ്ത വണ്ടി നല്ല ഒരു 7300 കിലോമീറ്റർ ഓടിക്കുന്നു. ഒന്നും നോക്കണ്ട.